എല്ലാരും എന്നെടുക്കുവാ ചോറൊക്കെ ഉണ്ടോ? ഞങ്ങൾ ചോറിനാൻ പോകുന്നേ ഉള്ളൂ. ഇന്നിപ്പം വന്നതേ ഉള്ളൂ. പണിയും കഴിഞ്ഞ എൻ്റെ പൊന്നെ കളച്ചു മടുത്ത വന്നേക്കുന്നത്. ഈ കയ്യാലകെട്ടം എന്നൊക്കെ പറഞ്ഞപ്പം ബുദ്ധിമുട്ടില്ല, പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അതിനകത്ത് ഒത്തിരി പേര് വയ്യാത്തവരും പ്രായം ചെന്നവരും ഒക്കെ ഉണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതായത് നല്ലവണ്ണം അതാ ഒരാൾക്ക് 5.5 അടി നീളവും വീതിയും താഴ്ചയും വേണം. അത്രയും താഴ്ച കുഴിച്ചിട്ട് അതിൽ നിന്ന് മണ്ണ് കോരി മേളിലിട്ട് വേണം നമ്മൾ പൊക്കമൊക്കെ വെക്കാനുണ്ട്. കുഴപ്പമില്ല, ഞങ്ങൾ പണിയും. പക്ഷേ നമുക്കൊരു ബുദ്ധിമുട്ടാണ് നടുവിനൊക്കെ. അതൊന്നും പ്രശ്നമാക്കി എടുക്കുന്നില്ല. എങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇരിക്കാനോ ഒരു ശകലം നേരം പോലും നമുക്ക് ഞങ്ങൾ ഒരു ശകലം നേരം ഇരുന്നില്ല. ചായ കുടിക്കാൻ നേരത്ത് ഒരു 5 മിനിറ്റ് ഇരുന്നല്ലാതെ 1 മണിയായപ്പം കയറി വന്ന് ഇപ്പോൾ വീട്ടിൽ വന്ന കാലും കൈയും കഴുകിയത്. അതിനുപോലും സമയമില്ല. ഓടി വന്ന് ഇപ്പം ചോറുണ്ടിട്ട് 2 മണിയാകുമ്പം തിരിച്ചവിടെ ചെല്ലണം. അളന്നത്രയും പണിതാലും നമുക്ക് പൈസ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ചോറൊക്കെ എടുത്ത് കൊണ്ടിട്ടേ പോകാതെ വിചാരിക്കുവാണ്. ചോറെടുക്കട്ടെ. ചോറെടുത്തു. ഇന്ന് നമ്മുടെ കറി ഇന്നലെ വൈകിട്ട് തന്നെ ഇച്ചിരി കിളിമീൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അത് പകുതിയായി. അതുകൊണ്ട് അത് കിളിമീൻ കറി ഉണ്ട്, മുളകരച്ച കിളിമീൻ കറി. പിന്നെ ഉള്ളത് ഇന്ന് ഞാൻ ഇന്നലെ പണി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ വന്നപ്പോൾ അവിടെ നിന്ന് പറമ്പിൽ നിന്ന് തഴുതാമ പറിച്ചുകൊണ്ട് വന്നു. തഴുതാമ അത് തോരൻ വെച്ചു. തഴുതാമ തോരൻ. അപ്പോൾ ഈ 1-2 ആഴ്ചയും കൂടെ ഒക്കെ നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഇച്ചിരി കൂടുതൽ കൂട്ടാം. നല്ലതാണ്. നേരത്തെ തേങ്ങ ഇട്ടതല്ലേ അമ്മ? തേങ്ങയുടെ കാര്യം പറയണ്ട. നല്ല തേങ്ങ മേടിക്കുന്ന കാര്യം അച്ഛനോട് പറഞ്ഞു. അച്ഛാ നാളെ വരുമ്പോൾ 2 തേങ്ങ മേടിച്ചുകൊണ്ട് പറഞ്ഞാൽ 2 ശിങ്കാരി മേളക്കാർ വന്നില്ലെന്ന്. കൊച്ചു എന്തിനമ്മ ശിങ്കാരി മേളക്കാരെന്ന്. 1 കിലോ തേങ്ങയ്ക്ക് 95 രൂപ. തേങ്ങ അവിടെ നിന്ന് ഇവിടം വരെ മേടിച്ചുകൊണ്ട് വരുമ്പോഴേ ശിങ്കാരി മേളക്കാർ വേണമെന്ന് ഒന്നും പറഞ്ഞോണ്ട് തേങ്ങ എന്ന് മേടിക്കാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ അറിയത്തില്ല എങ്ങനെയാണ് കൊണ്ടിരുന്നതെന്ന്. പിന്നെ ഒഴിച്ച് നമ്മുടെ കൈ വറയ്ക്കും തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ എടുക്കുമ്പോൾ സ്വർണ്ണം എങ്ങനെയാ മേടിക്കാൻ തോന്നി. ആകെ ഞങ്ങൾക്ക് 350 രൂപ എങ്ങാണ്ടേ കിട്ടുന്നുള്ളൂ. 1 കിലോ വെളിച്ചെണ്ണ മേടിക്കണേ 500 രൂപ കൊടുക്കണ്ടേ. അതുകൊണ്ട് അതൊക്കെ കുറച്ചു. പിന്നെ മീൻ വറുത്തിട്ടുണ്ട്, അതുണ്ട്. പിന്നെ ഞങ്ങൾക്ക് രാവിലെ ചെറുപയർ പുഴുങ്ങിയതായിരുന്നു. ചെറുക്കൻ പറഞ്ഞു അന്ന് ചെറുപയർ പുഴുങ്ങിയാൽ മതി. അന്നേരം അതിൽ കുറച്ച് മീതി വന്നു. വെറുതെ എന്തിനാ നമ്മൾ അല്ലെങ്കിൽ ഒന്നും ഞങ്ങൾ കളയത്തില്ല, വെറുതെ കളയണ്ടല്ലോ. അത് കുറച്ചും കൂടെ അങ്ങ് എടുത്തേക്കാം. എല്ലാവർക്കും ഇഷ്ടമാണ് ചെറുപയർ പുഴുങ്ങിയത്. ഇന്നിപ്പം കറി നാരങ്ങ ഉണ്ട്. നാരങ്ങ വേണമെങ്കിൽ എടുത്താൽ മതി. ഇന്നിപ്പം കറിയൊക്കെ ഉണ്ട്. ഒഴിച്ചുകറി ഇല്ലെന്നേ ഉള്ളൂ. മീൻ കറിയുണ്ട്, മീൻ വറുത്തതും ഉണ്ട്. അത് ഇന്നലത്തെയാണ്. ഇന്ന് ഞാൻ വെച്ചെന്ന് പറഞ്ഞാൽ ഈ തഴുതാമ തോരനും വെച്ചു, പയറ് പുഴുങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഒരുപാട് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഈ കറിയെല്ലാം കൂട്ടി ഉണ്ണാൻ തഴുതാമ തോരനൊക്കെ ഉണ്ട്. ഈ കറിയെല്ലാം കൂട്ടി ഉണ്ണാൻ എല്ലാവരും ഓടി വായോ ചോറുണ്ണാം.